ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തതുപോലെ തന്നെ ചൈന ഗ്രാസ്, ജെലാറ്റിൻ, കോൺഫ്ലോർ, അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡർ, മുട്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചേർക്കാതെ വളരെ ഡെലീഷ്യസ് ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഈസി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആരെങ്കിലും ഈ ചാനലിൽ നിന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ള ക്യാരറ്റാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 ക്യാരറ്റാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അതല്ലെങ്കിൽ ജസ്റ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താലും മതി. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ വേവിച്ചെടുത്തിട്ടല്ല കേട്ടോ ഈ റെസിപ്പി ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ വേവിച്ചെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാണുമ്പോൾ ഉള്ള ഒരു നല്ലൊരു ഭംഗി, നല്ലൊരു കളറ് കിട്ടില്ല. അതുപോലെ തന്നെ ഇതുപോലെ ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് കുറച്ച് ഭാഗം ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിലൊക്കെ പാലൊഴിച്ച് കൊടുക്കുക. ഒത്തിരി കൂടുതൽ ഉപയോഗിക്കരുത്, നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. മാക്സിമം നല്ല ഫൈനായിട്ട് ഇതുപോലെ നമ്മളൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പാലിൻ്റെ അളവ് കൂടുതൽ യൂസ് ചെയ്യരുത്. അതുപോലെ മിക്സിയുടെ ചെറിയ ജാറിനകത്ത് അരച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് മുഴുവൻ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എടുക്കുന്ന സമയത്ത് വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന പത്തിരിപ്പൊടി ഇത് വറുത്തതാണ്. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പൂൺ കണ്ടില്ലേ, നമ്മുടെ സാധാരണ ടേബിൾ സ്പൂണിന് ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ആവശ്യാനുസരണം പാൽ ഒഴിച്ചു കൊടുക്കാം. അതായത് ഇതിന് കണക്ക് പറയാനൊന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് മിക്സായി കിട്ടാനുള്ള ആവശ്യത്തിനുള്ള പാൽ നിങ്ങളൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റും റെഡിയായി. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്ത നമുക്ക് ആയിട്ടുള്ളത് ബ്രെഡാണ്. ഒരു 4 പീസ് സ്ലൈസ് ബ്രെഡ് മതി കേട്ടോ. ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കില്ലേ, അതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. ബ്രെഡിൻ്റെ അളവ് കൂടുതൽ ഉപയോഗിക്കരുത്. 4 എണ്ണം ഈ ഒരു കണക്കിന് ധാരാളമാണ്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഏതിനകത്താണോ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിപ്പോൾ ബേക്കിംഗ് ട്രേ, ഞാനിപ്പോൾ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പുഡിംഗ് ട്രേ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതൊന്നും കയ്യിലില്ലെങ്കിൽ സാധാരണ നമ്മുടെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉപയോഗിച്ചാലും മതി. ബട്ടർ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ വെച്ച് കൊടുക്കുക. കാരണം ലാസ്റ്റ് നമ്മൾ നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി പുഡിംഗ് തയ്യാറാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിനകത്തോട്ടേക്ക് 1/2 ലിറ്റർ പാലാണ്, ഫുൾ ക്രീം ആയിട്ടുള്ള പാൽ തന്നെ ഉപയോഗിക്കുക. വെള്ളം ചേർത്ത് മിക്സ് ചെയ്യരുത്. ഇതിലോട്ടേക്ക് ആവശ്യാനുസരണം പഞ്ചസാര ചേർക്കാം. അപ്പം പഞ്ചസാരയൊക്കെ പകരം നിങ്ങൾ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാം. നമ്മളൊരു ഹെൽത്തി വെർഷൻ ആയതുകൊണ്ടാണ് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത്. അതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് ഈ പാലുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിള വരണം. നന്നായിട്ട് വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു കൈ കൊണ്ട് നമ്മൾ അരിപ്പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതേ സമയം തന്നെ മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. പിന്നെ നമ്മൾ ഈ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി സമയം കുക്ക് ചെയ്ത് കുറുക്കി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് ധാരാളമാണ്. അത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. ആ 5 മിനിറ്റ് നിങ്ങൾ ഇളക്കി കൊടുക്കുന്ന സമയം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതായത് നമ്മൾ കൈ എടുക്കാതെ ആ ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി സമയം ലോ ഫ്ലെയിമിലിട്ട് കുറുക്കി അങ്ങനെ തയ്യാറാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടില്ലേ ഈ ഒരു പാകത്തിലോട്ട് കുറച്ചുകൂടി നല്ല കളറ് മാറി വരും. കുറച്ചുകൂടി ആ കാണാൻ നല്ലൊരു ഭംഗിയുള്ള കളറിലോട്ടേക്ക് വരും. ആ ഒരു ടൈം ആകുമ്പോൾ ഒരു കറക്റ്റ് 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒരുമിച്ചിട്ട് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഓരോ സ്പൂണായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുക, വീണ്ടും അടുത്ത ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അങ്ങനെ വേണം മിക്സ് ചെയ്യാൻ. അതല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചിട്ട് പുഡിംഗ് ലാസ്റ്റ് ഒരു ഫിനിഷിംഗ് ഉണ്ടാവില്ല, കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് യോജിച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഒരു ഇത്തിരി വാനില എസൻസ് ചേർക്കണം തന്നെ നിർബന്ധമില്ല. ഏലക്കപ്പൊടി ചേർത്താലും ഈ ഒരു ഡെസേർട്ട് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പുഡിംഗ് ട്രേക്കകത്തോട്ടേക്ക് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു അരഭാഗത്തിനടുത്തുണ്ട് കേട്ടോ. നമ്മൾ ഒരു ഹാഫ് പോർഷൻ വരെ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ തറയിൽ വെച്ചിട്ട് തട്ടിയിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഒന്നുകിൽ കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ഈ വെള്ളം വീണിട്ട് ഇത് പുഡിംഗ് ചീത്തയായി പോകില്ല. അതല്ലെങ്കിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം.
അപ്പോൾ ഞാനൊരു പാത്രത്തിനകത്തോട്ടേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രം ഉപയോഗിക്കാം. നമ്മളിങ്ങനെ സ്റ്റീം ചെയ്യാനുള്ള ഒരു കാരണം ഈ ക്യാരറ്റ് നമ്മൾ ഫ്രഷ് ആയിട്ടാണ്, ആ ഒരു കളർ നഷ്ടപ്പെടാതിരിക്കാൻ ഫ്രഷ് ആയിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നത്. പിന്നെ അരിപ്പൊടിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കുക്കായി കിട്ടണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു തട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിനകത്ത് ചെയ്തെടുത്താൽ മതി കേട്ടോ, അത് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. എന്നിട്ട് ഈ ട്രേ നമുക്ക് ഇതിനകത്തോട്ടേക്ക് നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പം ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. 20 മിനിറ്റ് ആവിയിൽ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 25 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫോയിൽ വെച്ച് തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്കിത് കുക്കായി എന്ന് മനസ്സിലാകുന്നത് ഇതിൻ്റെ സൈഡ് ഭാഗം കണ്ടോ ഇങ്ങനെ വിട്ട് വരുന്നത് പോലെ ഉണ്ടാകും, ട്രേയിൽ നിന്ന് വിട്ട് വരുന്നത് പോലെ വന്നിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് ഉള്ളിലോട്ടേക്ക് കുത്തി നോക്കുന്ന സമയത്ത് അത്യാവശ്യം അതൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പാകത്തിൽ തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയാണെന്ന് കരുതിയിട്ട് വീണ്ടും നമ്മൾ ഒത്തിരി സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരു 20 മിനിറ്റ് മാത്രം റെഡിയാക്കി എടുത്താൽ മതി. സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നത് നമ്മൾ ഇത് നന്നായിട്ട് ചൂടാറുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് നല്ലതുപോലെ സെറ്റായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും ഇതിനകത്ത് കുറച്ച് സ്റ്റിക്കി ആയതുപോലെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ ചൂടാറാൻ വെക്കാം. നന്നായിട്ട് ചൂടാറുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു ടെക്സ്ചറൊക്കെ മാറിയിട്ട് നല്ല പുഡിങ്ങിൻ്റെ ഒരു ടെക്സ്ചറിലോട്ടേക്ക് ഇതങ്ങ് മാറും. അപ്പോൾ നിങ്ങൾക്ക് ചൂടോടുകൂടി വേണമെങ്കിലും അതായത് കുറച്ചൊന്ന് ചൂടാറുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചൂടാറിയതിന് ശേഷമുള്ളതാണ്. ഇപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തൊട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും പാത്രത്തിനകത്തു നിന്നൊക്കെ ഇത് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ജസ്റ്റ് സ്റ്റിക്ക് വെച്ചിട്ട് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒന്നുകൂടി അങ്ങ് ക്ലിയർ ആകും. കണ്ടില്ലേ, സ്റ്റിക്ക് നന്നായിട്ട് നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ഡെസേർട്ട് ആണെങ്കിലും അത് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ഒന്നുകിൽ ഫ്രീസറിനകത്ത് അരമണിക്കൂർ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം സമയമുണ്ടെന്ന് ആണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഒരു 2 മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പം കറക്റ്റ് ഒരു 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് പാത്രത്തിനകത്ത് നിന്ന് മാറ്റിയിട്ട് പിന്നെ നമ്മൾ പ്ലേറ്റിനകത്തോട്ടേക്ക് കമഴ്ത്തി കൊടുക്കുമ്പോഴത്തേക്കും നല്ല ഈസി ആയിട്ട് ഇത് പാത്രത്തിനകത്ത് നിന്ന് വിട്ട് വരും. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. പിന്നെ ക്യാരറ്റ് കൊണ്ടുള്ള ഡെസേർട്ട് ഞാൻ പ്രത്യേകിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല, അത്രയധികം ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ ബട്ടർ പേപ്പർ ഞാൻ മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടാന്നുള്ളത് കൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു കളറാണ്, കാണാനാണെങ്കിൽ നല്ലൊരു ഭംഗിയാണ്. ഇതിന് നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് പിസ്ത ഞാൻ മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പിസ്ത ആ ഒരു കളർ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഏത് നട്ട്സ് വേണമെങ്കിലും, അതായത് പിസ്ത ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ഫ്രഷ് ക്രീമോ വിപ്ഡ് ക്രീമോ ഒക്കെ ഇതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രീമൊന്നും ഉപയോഗിക്കാത്തത് വേണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ നട്ട്സ് മാത്രം ജസ്റ്റ് ഇത് ഒരു അരിപ്പയിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് പിസ്ത ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനും കഴിയും. അതിൻ്റെ ടോപ്പിലായിട്ട് ആ പിസ്ത പൊടിച്ചതിൻ്റെ ചെറിയ ചെറിയ പീസസ് വരുന്നതും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറി മാത്രം എടുത്തിട്ട് ചെറിയ സ്ലൈസ് ആയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് നടുവിൽ വെച്ച് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടേ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു പീസ് കട്ട് ചെയ്യുമ്പോൾ, ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. നമ്മൾ പതുക്കെ വേണം കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അത്രയധികം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. പിന്നെ ക്യാരറ്റ് എന്ന് പറയുന്നത് ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പോലും നല്ലൊരു ഡെസേർട്ടാണിത്. അപ്പോൾ ഞാനിത് സ്ക്വയർ ഷേപ്പിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കൊണ്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ആ ഒരു തണുപ്പോടെ കഴിക്കാനാണ് കേട്ടോ ഇത് ഏറ്റവും ടേസ്റ്റി. ആ ഒരു ചൂടുള്ള ഡെസേർട്ട് കഴിക്കുന്നതിനേക്കാളും എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക ഫ്രിഡ്ജിനകത്ത് വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടാണ്. ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡിലൊക്കെ ചെയ്തെടുക്കാവുന്ന ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് വെച്ചിട്ടൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ല നല്ല വെറൈറ്റി ഡിഷസുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.